സുബോൾ സാറാണ്. നമ്മളിന്ന് +2 പബ്ലിക് എക്സാമിന് വേണ്ടി ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഈയിടെ നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് തരുന്നുണ്ട്. ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. കാരണം നിങ്ങളിനിയും ചെറിയ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒരിക്കലും അത് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് പോകരുത്. കാരണം നമ്മളിപ്പോൾ എക്സാമിൻ്റെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കിയാൽ ഒത്തിരി കുട്ടികൾ ഫെയിലായിട്ടുണ്ട് +2-ൽ. അതേപോലെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾ അതുപോലെ ഒത്തിരി കുട്ടികൾ +1-ന് ഫെയിലായിട്ടുണ്ട്. ഇനി അതേപടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ +2-നും അതേപടി നിങ്ങളുടെ റിസൾട്ടുകൾ മോശമാകും. അതുകൊണ്ട് വലിയ ചോദ്യങ്ങളെ പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ രണ്ടാണ്. ഒന്നാമത്തേത് അത് എക്സാമിന് വന്നാൽ മാർക്ക് ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും. രണ്ടാമത് ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ചെറിയ ചോദ്യങ്ങൾ പഠിക്കാൻ ഈസിയാവും. നല്ല സിംപ്ലിഫിക്കേഷൻസുകളൊക്കെ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ചെറിയ ചോദ്യങ്ങളായിട്ട് തോന്നുന്നത്. ഇല്ലെങ്കിൽ ആ ചെറിയ ക്വസ്റ്റ്യനെ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എപ്പോഴും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ കണ്ടാൽ പുറകോട്ട് പോകരുത്. ഇത്തിരി മുന്നോട്ട് ഊർജ്ജസ്വലനായിട്ട് എത്തണം. ഓക്കെ, പവർഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, വലിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എക്സാമിന് വരാൻ സാധ്യതയുള്ള പുതിയ ചോദ്യം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് മാത്സിനെ +2-ൽ ഫുൾ മാർക്കിൽ എത്തിക്കുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള വഴികൾ കൂടെ എല്ലാ ക്ലാസ്സുകളും നോട്ട്സുകളും ഇക്വേഷൻ ബുക്കിലെറ്റ് ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം തന്നുകൊണ്ടുള്ള ക്ലാസ്സാണ്. നമുക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ താഴത്തുള്ള ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് dy/dx വെൻ, എല്ലാം ശ്രദ്ധിച്ചോണം, x⁻y × y⁻x = x⁻x. നോക്കിക്കേ, ക്വസ്റ്റ്യൻ കണ്ടോ, x⁻y × y⁻x = x⁻x. ഇതൊന്നും നമ്മൾ കുട്ടികളെ കണ്ടിട്ടേ ഇല്ല. എക്സാമിന് വരും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പം ഇത് ഏത് ടോപ്പിക്കിനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി രണ്ട് ടോപ്പിക്കൂടെ മിക്സ്ഡ് ആണ്. ഫസ്റ്റ്ലി തോന്നുമ്പോൾ ഇത് ഏതാണെന്ന് ചിലർക്ക് മനസ്സിലായി കാണും. ലോഗരിതമിക് ഡിഫറൻസിയേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ലോഗരിതമിക് ഡിഫറൻസിയേഷനിൽ ഈ ക്വസ്റ്റ്യനെ നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലോട്ട് മാറും. അപ്പോൾ രണ്ട് ടോപ്പിക്ക് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം ഇപ്പോൾ ചെയ്യേണ്ടപ്പോൾ ഈ ക്വസ്റ്റ്യനെ അങ്ങോട്ട് എഴുതണം, x⁻y × y⁻x = x⁻x. ഓക്കെ, ആദ്യം നമുക്ക് ഈ പവറുകളെല്ലാം കളയണം. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഈസി ആയത്. ഇനി ഇവിടെ ഒരു +ഓ − ആണ് ഇരുന്നതിൻ്റെ ഇടയ്ക്കെങ്കിൽ ഇതെല്ലാം ആകെ പ്രശ്നമായേനെ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ടേക്കിംഗ് ലോഗ് ആണ് കേട്ടോ. ലോഗ് അപ്പുറം ഇപ്പുറം ലോഗ് എടുക്കുമ്പോൾ log of x⁻y × y⁻x = log of x⁻x. ഓക്കെ ആണല്ലോ. ഇതിപ്പോൾ നോക്കിക്കേ, log of a × b, രണ്ട് പേര് ഇൻറ്റു കിടക്കുന്നതിന് ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ log of first + log of second, that is log of x⁻y + log of y⁻x. ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. log of x⁻x അത് ഞാൻ നോക്കി എഴുതിയേ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ log of a × b log a + log b = ഓക്കെ. ഇവിടുന്ന് y ഇങ്ങ് പുറത്ത് വന്ന് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഇവിടോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ആരായി y log x എന്ന് ഫസ്റ്റ് ടൈം ആയി കേട്ടോ. y ഇങ്ങ് പുറത്ത് വന്നേ, പവർ കിടക്കുന്ന പുറത്ത് വന്നു. ഇവിടുന്ന് x ഇങ്ങ് പുറത്ത് വന്നു കഴിഞ്ഞാൽ +x log y. ഇവിടുന്ന് x ഇങ്ങ് പുറത്ത് വരുമ്പോൾ x log x. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഓക്കെ ആയി, പവറുകളൊക്കെ പുറത്തു വന്നു. ഇതിപ്പോഴേ ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനായിട്ട് മാറി. ഇവിടെ വെച്ചാണ് നമ്മുടെ ഡിഫറൻസിയേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വെച്ച് വേണം നമ്മുടെ ഡിഫറൻസിയേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതുവരെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലല്ല കിടന്നിരുന്നത് കേട്ടോ. y log x പ്രോഡക്റ്റുള്ള മോനെ, അത് പറയുമ്പോൾ തോന്നിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് സ്വയം വായിച്ച് തീരുമ്പോഴത്തേക്ക് പ്രോഡക്റ്റുകളാണെന്ന് നിങ്ങൾ വായിക്കുന്ന ഓരോരുത്തർക്കും തോന്നിയാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കഴിഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞു കാര്യങ്ങളാണെന്ന് വിചാരിക്കല്ലേ ഇതൊക്കെ തോന്നുക എന്നുള്ളത്. ഇതൊക്കെ തോന്നണമെങ്കിലോ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം, ക്വസ്റ്റിൻ്റെ ടേംസുകളെല്ലാം ശ്രദ്ധിക്കണം. എങ്ങനെ ടേം വന്നല്ലേ ഇതിനു വേണ്ടി ഒരു ആഗ്രഹത്തോടുകൂടി ഇരുന്നെങ്കിൽ ഇതൊക്കെ മനസ്സിൽ നിന്ന് വരുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊന്നും അവിടെ കിടക്കും. ഓക്കെ, അപ്പോൾ y log x പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഉണ്ടോ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് log x ഇൻറ്റു y ഡെറിവേറ്റീവ് ആരാ മോനെ dy/dx പ്ലസ് x log y സെയിം പ്രോഡക്റ്റുകളാണ്. ദാറ്റ് ഈസ് x ഇൻറ്റു log y യുടേത് 1/y ഇൻറ്റു dy/dx ആണല്ലോ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് log y ഇൻറ്റു എക്സിൻ്റെ എത്ര മോനെ 1. അത് കഴിഞ്ഞു. റൈറ്റ് സൈഡ് x log x, അവിടെയും പ്രോഡക്റ്റുകളാണ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, എല്ലാം ഞാൻ ഒറ്റ ലൈന് തീർത്തിട്ടുണ്ട്.
ഇവിടെ പ്രോഡക്റ്റുകൾ, ഇവിടെ പ്രോഡക്റ്റുകൾ, ഇവിടെ പ്രോഡക്റ്റുകൾ, എല്ലാം പ്രോഡക്റ്റുകൾ. ഓക്കെ, ഇവിടെ y ഇൻറ്റു 1/x എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറി മോനെ? y/x ആയി പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു dy/dx പ്ലസ് എക്സിൻ്റെ 1/y എന്ന് പറഞ്ഞാൽ x/y ഇൻറ്റു dy/dx പ്ലസ് ലോഗ് y ഇൻറ്റു 1 ലോഗ് y ആണല്ലോ. എക്സിൻ്റെ 1/xൻ്റെ എക്സ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 പ്ലസ് ലോഗ് എക്സ്. ഇത്രയോടൊക്കെ നല്ല സ്റ്റെപ്പായി, ഇൻറ്റു ഒക്കെ കളഞ്ഞ് നല്ല അടിപൊളി സ്റ്റെപ്പായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടേംസിനെ അങ്ങോട്ടും ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യണം. എന്താണ് അറേഞ്ച്മെൻറ്റ്? dy/dx ഉള്ളവരെ മാത്രം ലെഫ്റ്റിൽ തന്നെ മോനെ. ഇവിടെ dy/dx ഉണ്ട്, ശരിയല്ലയോ? ഇവിടെ dy/dx ഉണ്ട്, ഓക്കെ അല്ലയോ? വേറെ എങ്ങുമേ dy/dx ഇല്ല. അപ്പം dy/dx ഉള്ളവരെ മാത്രം ലെഫ്റ്റിൽ എഴുതുമ്പോൾ ലോഗ് എക്സ് ഇൻറ്റു dy/dx പ്ലസ് x/y ഇൻറ്റു dy/dx. ഓക്കെ ആണല്ലോ? dy/dx ഉള്ളതെല്ലാം ഒരു സൈഡിൽ, dx ഇല്ലാത്തല്ല അപ്പുറത്ത് പോകുമ്പോൾ അപ്പുറത്ത് ഓൾറെഡി രണ്ടുപേർ താമസിക്കുന്നുണ്ട്. ആരൊക്കെ അവനെ? 1 log x അവിടെ ഉണ്ട്. ഇയാൾ അപ്പുറത്ത് പോയപ്പോൾ മൈനസ് y/x. ഇയാൾ ഇനി ആരാ? ലോഗ് y. അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ലോഗ് y. ഓക്കെ ആണല്ലോ? ഇപ്പം ഡിവൈഡ്സ് ഇല്ലാത്തവരെല്ലാം ഈ കാര്യം അപ്പുറത്ത് പോയി, ഡിവൈഡ്സ് ഉള്ളവരെല്ലാം ഇപ്പുറത്ത് പോയി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈഡ്സിനെ ഫോം എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് dy/dx ഇൻറ്റു ബ്രാക്കറ്റിൽ ലോഗ് എക്സ് ഉണ്ടാകാം. ഇവിടുന്ന് ആരാ? x/y. ഈ റൈറ്റ് സൈഡ് സെയിം നോക്കി എഴുതണേ. ഞാൻ എഴുതുന്നില്ല, എന്തിനാ അത്രയും എഴുതണം. ഓക്കെ, ഒരു വ്യത്യാസം കൂടെ താഴോട്ട് നോക്കി എഴുതുക. ഇവിടെ നമ്മൾ dy/dxനെ കോമൺ എടുത്തപ്പോൾ ഇവിടുന്ന് ലോഗ് എക്സ് പ്ലസ് x/y. ഇനി ഇത് കാണുന്ന ആർക്കെങ്കിലും +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. +1 മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഏത് ക്ലാസ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് dy/dx വേണമെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് അതേപോലെ ഒന്നുകൂടെ നോക്കി എഴുതുക. ബൈ ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ലോഗ് എക്സ് പ്ലസ് y/x. ഇത്രയും ചെയ്യണം. ഇങ്ങനെ തെറ്റ് കൂടാതെ എത്തണം കേട്ടോ. വളരെ ശ്രദ്ധിച്ച് ഇങ്ങനൊരു പ്രാക്ടീസ് നടത്തിയെങ്കിലേ പ്രയോജനമുള്ളൂ. +2 പഠിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രയോജനം കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നല്ല ഒരു അടിപൊളി ക്വസ്റ്റൻ ആയിരുന്നു എന്ന് തോന്നിയാൽ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.